അനീസ് കുക്കിംഗ് സ്റ്റൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കട്ട്ലറ്റ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് സേമിയ, ഒരു ചെറിയ സവോള, 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 2 പൊട്ടറ്റോ, 2 ക്യാരറ്റ്. ഇവ വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇവ 1/2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യമാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പാകത്തിന് ഉപ്പ്, വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. അത്യാവശ്യം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് പകുതി മാറ്റി വയ്ക്കാം. ബാക്കിയിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കുക്ക് ചെയ്യാം. അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സേമിയ വേവിച്ച അതേ പാനിലേക്ക് തന്നെ കട്ടാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഇത്രയും മതിയാകും. നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പൊട്ടറ്റോവും ക്യാരറ്റും നമുക്ക് ഉടച്ചെടുക്കാം. അതിലേക്ക് ഇപ്പോൾ വഴറ്റി വെച്ച ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചേക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഒത്തിരി ലൂസാവാനും ഒത്തിരി തിക്കാവാനും പാടില്ല. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ കൂട്ട് ഓരോ ബോളുകളാക്കി നമുക്ക് അരിമാവിലേക്ക് മുക്കിയെടുക്കാം. എന്നിട്ട് സേമിയയിലേക്ക് കവർ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ കൂട്ടും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഒരു ഭാഗം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മുടെ സേമിയ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി കട്ട്ലറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.